गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै श्री गुरवे नमः। ओम पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेव अवशिष्यते। ओम शांति शांति शांति। ओम जय साईराम नमः शिवाय। സാധാരണ ഇത്തരം ഫംഗ്ഷനിലൊക്കെ ഞാൻ പോകുന്ന സമയത്ത് രണ്ടു പേർക്ക് നമ്മൾ ആദരാഞ്ജലികൾ അർപ്പിക്കാറുണ്ട്. നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടായിരിക്കാം നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്ന ജവാന്മാർ. അതുപോലെ തന്നെ നമുക്ക് അന്നം തരുന്ന അനവധി കൃഷിക്കാരുണ്ടായിരിക്കും. നമുക്ക് വേണ്ടി ജീവൻ പൊടിഞ്ഞ ജവാനും കിസാനും വേണ്ടി നമുക്ക് 2 മിനിറ്റ് നേരം എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. സായിറാം. കുമ്പളം NSS കരയോഗത്തിൻ്റെ 60ാം പിറന്നാൾ ആഘോഷം. ഈ പരിപാടിയിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അതിനുവേണ്ടി എന്നെ ഇവിടേക്ക് ക്ഷണിച്ചിട്ടുള്ള ഇതിൻ്റെ ഭാരവാഹികളോട് ആദ്യമായിട്ട് ഞാൻ നന്ദി പറയുന്നു. കൂടാതെ ഈ സമാപന സമ്മേളനം വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, NSS കരയോഗാംഗങ്ങളെ, അമ്മമാരെ, ആദ്യം തന്നെ എൻ്റെ കടമ ഞാൻ ചെയ്യട്ടെ. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. കരയോഗം NSSൻ്റെയാണ് അല്ലേ? NSS കരയോഗത്തിൽ നമ്മളെല്ലാം ആരാണ്? ഹിന്ദുക്കളാണല്ലേ? അല്ലാത്തവരുണ്ടോ? എന്തടിസ്ഥാനത്തിൽ ആണ് നമ്മൾ ഹിന്ദുക്കളായത് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തുത്തരം പറയും? നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത് സിന്ധു നദീതട സംസ്കാരത്തിനെ കുറിച്ചും മറ്റനവധി വിഷയങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. പക്ഷെ സത്യത്തിൽ എന്താണ് എന്നുള്ളത്, സനാതനധർമ്മ സംസ്കാരത്തിൽ നമ്മൾ ചെയ്യുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം, കഴിക്കുന്ന ഭക്ഷണം പോലും സയൻറ്റിഫിക്കാണ്. ഇതിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കേണ്ടത് ആരാണ്? സനാതനധർമ്മികളായിട്ടുള്ള നമ്മുടെ ധർമ്മത്തിൻ്റെ മൂല്യച്യുതിയിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. അതിനാരാണ് കാരണം? സനാതനധർമ്മത്തിൻ്റെ മൂല്യച്യുതി വരാൻ കാരണമാരാണ്? അതാണ് ഇന്ന് അധാർമികത നമ്മളുടെ കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, മറ്റ് മതസ്ഥരുടെ ഇത്തരം പരിപാടികളിൽ എവിടെ വേണമെങ്കിൽ നോക്കിയോളൂ,
25 വയസ്സിൽ താഴെയുള്ള ധാരാളം അവരുടെ മക്കളുണ്ടാവും. ഇത്തരം വിഷയങ്ങൾ മനസ്സിലാക്കേണ്ടത് ന്യൂ ജനറേഷനാണ്. ഭാഗവത സപ്താഹ ക്ലാസുകൾ നടക്കാറുണ്ട്, രാമായണം വായനകൾ നടക്കാറുണ്ട്. നിങ്ങളൊക്കെ അവിടെ പോയിട്ടുണ്ടാവും. ഏറ്റവും കൂടുതൽ അതിനെ കേൾക്കുന്നത്, എനിക്ക് തോന്നുന്നത് 50 വയസ്സിലും മേലെയുള്ള ആൾക്കാരായിരിക്കും കൂടുതലും ഇത് കേൾക്കുന്നത്, അല്ലേ? അങ്ങനെയല്ലേ? നിങ്ങൾ പ്രതികരിക്കണം കേട്ടോ. ഞാൻ വെറുതെ ഒരു പ്രഭാഷണം നടത്താൻ വന്ന ആളല്ല. എന്തായിരിക്കും അതിൻ്റെ ഭവിഷ്യത്ത്? ഇന്നൊരു ക്രിസ്ത്യൻ കുട്ടികളോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ, ബൈബിളിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സുഖമായിട്ട് അതിനെക്കുറിച്ച് പറയും. ഒരു മുസ്ലിം കുട്ടിയോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അത് അവർ ഖുർആൻ ഭംഗിയായിട്ട് പറയും. ഹിന്ദു കുട്ടികളോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർ എന്താ പറയുക? അതിന് ആരാണ് ഉത്തരവാദി? നമ്മളൊക്കെ സെൽഫിഷാണ്. അതാണ് അതിന് കാരണം. നമുക്ക് മതപഠന ക്ലാസ്സുകളോ വേദോപനിഷത്തുക്കളെ വിചാരം ചെയ്യുന്ന വേദികളോ ഉണ്ടെങ്കിൽ തന്നെയും അതിൽ പോകുന്നതൊക്കെ ഈ വയസ്സായിട്ടുള്ള ആൾക്കാരാണ്. കുട്ടികളോട് പറയും അവർക്ക് ട്യൂഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും ഉണ്ടാവും. അവരൊന്നും ഇതിന് പോവില്ല. ഇപ്പം ഇവിടെ തന്നെ നോക്കി നോക്കും, നിങ്ങളുടെ മക്കൾ എത്ര പേര് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നുണ്ട്? 25 വയസ്സിനും താഴെയുള്ള കുട്ടികൾ ഒന്ന് കൈ പൊന്തിച്ചേ. 25 വയസ്സിനും താഴെയുള്ളവരൊന്ന് കൈ പൊന്തിച്ചേ. ആ, ഒന്ന് നോക്കൂ നിങ്ങൾ. സ്വയമേവ മൃഗേന്ദ്രഭാവം അത് കൈവരിക്കാൻ നമ്മൾക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മളുടെ ഗതി അധോഗതിയാണ്. യാതൊരു സംശയമില്ല കാര്യത്തിൽ. വർഗീയത പറയാമെന്ന് വിചാരിക്കേണ്ട. വർഗീയത പറയേണ്ടത് ചിലപ്പോൾ പറഞ്ഞേ പറ്റൂ. കാരണം ഇത് നായർ സമാജമാണ്, ആണല്ലോ, അല്ലേ? അപ്പം അത് വർഗീയമല്ലേ, അല്ലേ? അപ്പം നമ്മളത് പറഞ്ഞേ പറ്റൂ. ഹൂ ആം ഐ? നിങ്ങൾ ഓരോരുത്തരും ചോദിക്കേണ്ട ചോദ്യമാണ്, ഞാൻ ആരാണ്? ഇത് എത്ര പേര് ചോദിക്കുന്നുണ്ട്? നമ്മളൊക്കെ സർക്കസിലെ ബഫൂണുകളെ പോലെയാണ്. കാലത്ത് എഴുന്നേൽക്കുന്നു, എന്തൊക്കെയോ കോമാളിത്തരം ചെയ്യുന്നു, രാത്രിയാവുന്നു, ദിവസം കഴിയുന്നു. 70 വയസ്സുള്ള ഒരാൾ ജീവിക്കുന്നത് വെറും 30 വർഷത്തോളം. ബാക്കി കുറേ സമയം ഉറങ്ങിക്കഴിയും, കുറേ സമയം വേസ്റ്റാവും. 70 വർഷം വയസ്സുള്ള ഒരാൾ ജീവിക്കുന്നത് വെറും 30 വർഷമാണ്. ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്തൊക്കെ കോമാളികളാണ് കാട്ടിക്കൂട്ടണേ. എത്ര ആൾക്കാരോടൊക്കെയാ വൈരാഗ്യം, വിരോധം, കേസ്, കൂട്ടങ്ങൾ. ഞാനിതൊക്കെ സർവേ നടത്തുന്ന ഒരാളാണ്. ഫാമിലി കോർട്ടിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുടെയാണ് കേസുകൾ. എന്താ കാരണം? ആരാ അതിന് ഉത്തരവാദി? ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. NSS കരയോഗം വർഷത്തിൽ ഒരു പ്രാവശ്യം ഇത്തരം പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നു. ഒക്കെ ശരി, ഒക്കെ നല്ലതാണ്, കൂട്ടായ്മയ്ക്ക് നല്ലതാണ്. പക്ഷേ NSS കരയോഗം ഒന്നും കൂടെ ചെയ്യണം. ഒരു കൗൺസിലിംഗ് സെൻറ്റർ. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിട്ട് പള്ളിയിൽ അച്ഛനുണ്ട് അവിടെ, മുസ്ലിമുകളെ സംബന്ധിച്ചിട്ട് തങ്ങളുമാരുണ്ടാവും. ഹിന്ദുക്കൾ എവിടേക്കാണ് പോവുക? അമ്പലക്കാര്യം മുഴുവൻ തീരുമാനിക്കുന്ന ഇപ്പോൾ കോടതിയാണ്. സർവത്ര കാര്യങ്ങളും കോടതിയാണ്. അമ്പലത്തിൽ ചെരുപ്പിടണോ ചെരുപ്പിടണ്ടേ? ഹൈക്കോടതി പറഞ്ഞു
തൃശ്ശൂർ പൂരത്തിന് പോലും നിങ്ങളാരും ചെരുപ്പിടണ്ടാകും. നടക്കണ വല്ല കാര്യമാണോ? ഇതിനൊക്കെ ആരോ ഉത്തരവാദി? നമ്മൾ ഈ കൂടിയിരിക്കുന്ന നമ്മളൊക്കെ തന്നെയാണ്. എന്താ കാരണം? നമ്മുടെ മക്കൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. അവരെന്തൊക്കെയോ കാണുന്നു, എന്തൊക്കെയോ കേൾക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. നിങ്ങൾ ജയിലിലൊന്ന് പോയി നോക്കി നോക്കൂ. ഏറ്റവും കൂടുതൽ ക്രിമിനൽസ് ഹിന്ദുക്കളാണ്. പല കാര്യങ്ങളായിരിക്കാം. അതുപോലെ തന്നെ ഇപ്പോഴേ കേരളത്തിൽ മക്കള് അച്ഛനെ അമ്മയെ കൊല്ലുന്നു, അമ്മ കുട്ടിയെ പ്രസവിച്ചിട്ട് ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്ന് താഴ്ത്തേക്ക് ഇടുന്നു. എന്താ നടക്കണേ? മെന്റൽ ഹോസ്പിറ്റലിൽ പോയി നോക്കൂ. തൃശ്ശൂര് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളാണ്. ഇതിനൊക്കെ ഒരു മാറ്റം വരണോ? ഞാൻ അതുകൊണ്ട് ഇപ്പോൾ കൂടുതൽ പരിപാടിക്കൊന്നും പോകാറില്ല. കാരണം പറഞ്ഞ് ഞാൻ മടുത്തു. ഇവരാരും ചെയ്യാൻ. ഇപ്പം ഈ പരിപാടിക്ക് കൂട്ടം കൂടി വന്നിരുന്നു, ഇത് കഴിഞ്ഞാൽ പോയി വീണ്ടും തതയുക. ഒരു കാര്യം നമ്മൾ വീട്ടിൽ നമ്മുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കാനോ നമ്മൾ സ്വയം ചെയ്യാനോ നമ്മൾ തയ്യാറല്ല. അതിനിപ്പോൾ കോവിഡ് വരേണ്ടി വന്നു. അല്ലെങ്കിൽ ഒരു വീടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ കയ്യും കഴുകില്ല, കാലും കഴുകില്ല, ഒന്നും കഴുകില്ല. എവിടെയെങ്കിലും മാർക്കറ്റിൽ പോയിട്ടൊന്ന് നേരെ ബെഡ്റൂം വരെ പോയിക്കോളും. കോവിഡ് വന്നപ്പോൾ ഒരു ദിവസം 10-20 പ്രാവശ്യം കൈ കഴുകുന്നു, ആശുപത്രിയിൽ പോയിട്ട് വന്നാൽ കുളിക്കുന്നു, ഡ്രസ്സ് മാറുന്നു. ഇതന്നെയല്ലേ സനാതന ധർമ്മം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മളെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. മരണ വീട്ടിൽ പോയി വന്നു കഴിഞ്ഞാൽ നമ്മൾ കുളിക്കുന്നു. അതിന് കോവിഡ് വേണ്ടി വന്നു. കോവിഡ് പോയി വീണ്ടും തദൈവ. എന്നാ നമ്മൾ നേരെയാവോ? നമ്മൾ ഒന്ന് പറഞ്ഞേ, നേരെയാവോ? ഒരാൾക്ക് ഉത്തരല്ലേ ഉണ്ടോ? എന്നെ തല്ലണ്ടമ്മ സ്വാമി, ഇതൊന്നും പറയണ്ട, ഞങ്ങൾ നേരെയാവാൻ തയ്യാറല്ല. ഇങ്ങനെയായാൽ പറ്റൂ? ഇതിനൊരു മാറ്റം വരണ്ടേ? ഒന്നും വേണ്ട. ഹിന്ദു എന്ന് ചോദിച്ചാൽ ആരാന്ന് ഉത്തരം പറയാൻ നമുക്കറിയണ്ടേ? ആരാണ് ഹിന്ദു? എവിടുന്നാണ് ഈ പദം ഉണ്ടായത്? ഭാഷയുടെയൊക്കെ മാതാവ് സംസ്കൃതമാണ്, നമുക്കറിയാം. സംസ്കരിച്ച ഭാഷയാണ് സംസ്കൃതം. അതിൽ നമ്മൾ ബാലപാഠമൊക്കെ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മന്ത്രങ്ങൾ ചൊല്ലുന്ന സമയത്ത് സ്വാഹ, നമഃ, ഒരു ഹ ഉച്ചരിക്കും. അതിന് പകരമായിട്ട് അതിനെ ഉച്ചരിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക? നമഃശിവായ നമഃ 2 കുത്തിടൂലേ? സംസ്കൃത ഭാഷ അറിയുന്ന എത്ര പേര് ഇതിൻ്റെ ഉള്ളിലുണ്ട്? ഒന്ന് കൈ വന്നിച്ച്. അപ്പം നിങ്ങൾക്കൊക്കെ അറിയാം. 2 കുത്ത് ഹ. ഈ ഹ എന്താ? എവിടെ നിന്നുണ്ടായേ? അതാണ് ഹിന്ദു. ഈ പ്രപഞ്ചത്തിൽ നമ്മളൊക്കെ പരസ്പരം കാണുന്നത് എന്തുകൊണ്ടാ കാണണേ? എന്തെങ്കിലും ഒന്ന് പറയും നിങ്ങൾ. എന്തുകൊണ്ടാ കാണണേ? കണ്ണുകൊണ്ടെന്ന് പറയും. കണ്ണുകൊണ്ട് കാണാനായിട്ട് എന്ത് വേണം? സ്വാമി വന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് പോയാൽ മതി, ക്ലാസ് എടുക്കാൻ നിൽക്കണ്ട അല്ലേ? അങ്ങനെയാണോ? അപ്പൊ പിന്നെ നമ്മൾ എന്തുകൊണ്ടാ കാണുന്നേ? കണ്ണുകൊണ്ട് എന്തുകൊണ്ടാ കാണുന്നേ? കാണാൻ പറ്റുന്നത് എന്തുകൊണ്ടാ? പ്രകാശം കൊണ്ടല്ലേ? പ്രകാശത്തിന്റെ ധാതാവാരാണ്? ആരാണ്? സൂര്യൻ. നമുക്ക് ഓരോ ദേവതകൾക്കും ബീജാക്ഷരമുണ്ട്. ഗണപതിക്കായാലും ദേവിക്കായാലും ശിവനായാലും ആർക്കായാലും ബീജാക്ഷരങ്ങളുണ്ട്, ഘന അക്ഷരങ്ങൾ, മൂലമന്ത്രം എന്നൊക്കെ പറയും. അതിൽ സൂര്യൻ്റെയാണ്
ഹ്രീം. ഹ എന്നുള്ള അക്ഷരം സൂര്യൻ്റെ ബീജാക്ഷരത്തിൽ നിന്നും ഉണ്ടായതാണ്. പ്രകാശത്താൽ കാണുന്ന സർവ ബിന്ദുക്കളും ഹിന്ദുക്കളാണ്. പ്രകാശത്താൽ കാണുന്ന സർവ ബിന്ദുക്കളും ഹിന്ദുക്കളാണ്. പിന്നെ എങ്ങനെയാണ് മറ്റുള്ളതുണ്ടായത്? മാമോദീസ മുക്കുമ്പോഴാണ് ആരാവുന്നത്? ക്രിസ്ത്യാനിയാവുന്നത്. അതുപോലെ മുസ്ലിമിനും അതിൻ്റെ ചടങ്ങുണ്ട്, സിഖുകാരനും അതിൻ്റെ ചടങ്ങുണ്ട്, ബുദ്ധനും അതിൻ്റെ ചടങ്ങുണ്ട്. പക്ഷെ ഹിന്ദുവിന് പ്രത്യേകിച്ച് ചടങ്ങൊന്നുമില്ല. പ്രസവിച്ചാൽ അവൻ ഹിന്ദുവാണ്. ക്രിസ്ത്യാനി പ്രസവിച്ചു കഴിഞ്ഞാൽ അവൻ ഹിന്ദുവാണ്. മാമോദീസ മുക്കിയാലേ അവൻ ക്രിസ്ത്യാനിയാവുന്നുള്ളൂ. കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മതങ്ങളൊക്കെ നിലകൊള്ളുന്നത്. പക്ഷെ ഹിന്ദുവിന് പ്രത്യേകിച്ചൊന്നും വേണ്ട. അത് കടലിലെ മഹാസമുദ്രമാണ്. ആ സമുദ്രത്തിൽ നിന്നും നമ്മൾ 10 ഗ്ലാസ് വെള്ളം എടുത്തു വെച്ചാൽ നമ്മൾ ആ ഗ്ലാസ്സിലെ വെള്ളത്തിന് 10 ഗ്ലാസ് വെള്ളത്തിന് സമുദ്രമാണെന്ന് ആരെങ്കിലും പറയോ? 10 ഗ്ലാസ്സിലെ വെള്ളമേ പറയുള്ളൂ അല്ലേ? സമുദ്രമോ? അത് ഇല്ല. അതേപോലെ സനാതനധർമ്മികളായിട്ടുള്ള ഹിന്ദു എന്ന് പറയുന്ന മഹാസമുദ്രത്തിൽ നിന്നും 10 ഗ്ലാസ് വെള്ളമെടുത്ത് ക്രിസ്ത്യാനിയായി, 10 ഗ്ലാസ് വെള്ളമെടുത്ത് മുസ്ലിമായി, 10 ഗ്ലാസ് വെള്ളമെടുത്ത് ബുദ്ധിസ്റ്റുകളായി, 10 ഗ്ലാസ് വെള്ളമെടുത്ത് സിഖുകാരായി. ഇതിനെ നമ്മൾ മനസ്സിലാക്കണം. ഇനി നിങ്ങൾക്ക് പറയാൻ പറ്റും ഹിന്ദു എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, ഇല്ലേ? പറ്റുമോ? മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ആരും ഒന്നും വേണ്ടില്ല. ഇത്രയധികം ആൾക്കാരുടെ ഒരു ശബ്ദമില്ലേ? വീട്ടിൽ നിങ്ങൾ ഭയങ്കര ബഹളം ഉണ്ടാക്കുമല്ലോ. മക്കൾ എന്തെങ്കിലും ചെയ്താൽ മതി, അപ്പോൾ ചൂല് തലക്കെട്ടി തിരിച്ചു പിടിച്ചിട്ട് പറയും, ഇല്ലേ? ഭയങ്കര ബഹളം ഉണ്ടാക്കും. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ രമ ചോദിക്കും, എന്താ ശീല അവിടെ ബഹളം എന്ന്, ഇല്ലേ? അത്രയും ശബ്ദമുള്ള ആൾക്കാരാണ് നിങ്ങൾ ഇതേപ്പം മിണ്ടാണ്ടിരിക്കുന്നത്. പറയാൻ സാധിക്കുമോ ഹിന്ദു ആരാണെന്ന് ചോദിച്ചാൽ? പറ്റുമോ? പിന്നെ മിണ്ടില്ല. പ്രതികരിക്കുമോ നിങ്ങളെ? പറ്റുമില്ലേ? മനസ്സിലായിട്ടില്ല തോന്നുന്നുണ്ടല്ലേ? സ്വാമി എന്തൊക്കെയായി വിളിച്ചു പറയണേ? ഞങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങൾ ജനിക്കുമ്പോഴേ ഹിന്ദുവാണ്, മരിക്കുമ്പോഴും ഹിന്ദുവാണ് അല്ലേ? അപ്പോൾ നമ്മൾ സനാതനധർമ്മികൾ ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. 5 മഹായജ്ഞങ്ങൾ. ഒരമ്മയ്ക്ക് ഉറക്കം വന്നു തുടങ്ങി, കാലത്തൊട്ട് ഇവിടെ വന്നിരിക്കുന്നതാണേ. സ്വാമി ഞങ്ങളെ പറഞ്ഞു വലക്കല്ലേ, അല്ലേ? അങ്ങനെയുണ്ടോ? കേൾക്കാൻ തയ്യാറാണോ? തയ്യാറാണോ? ആ, ഓക്കെ. 5 മഹായജ്ഞങ്ങൾ. അതില് ആദ്യത്തേതാണ് ഋഷി യജ്ഞം. എന്താണ്? ഋഷി യജ്ഞം. പിന്നത്തേതാണ് പിതൃയജ്ഞം. എന്താണ്? പിതൃയജ്ഞം. പിന്നൊന്നാണ് ദേവയജ്ഞം. എന്താണ്? ദേവയജ്ഞം. കടലാസും പേരൊന്നും കൊണ്ടുവന്നിട്ടില്ല, അതുകൊണ്ട് ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടുമില്ല. അടുത്തതാണ് ഭൂതയജ്ഞം. എന്താണ്? ഭൂതയജ്ഞം. 5-മതാണ് അതിഥി യജ്ഞം. എന്താണ്? ഇങ്ങനെ ഈ 5 യജ്ഞങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, പക്ഷെ അത് വേണ്ട വിധത്തിലാവുന്നില്ല. ഇപ്പം ദേവയജ്ഞം അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഒരു ക്ഷേത്രത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത്
അതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അത് ദേവയജ്ഞമാണ്. ദൈവത്തിന് വേണ്ടി നമ്മൾ യാതൊരു തരത്തിലുള്ള പ്രതിഫലേച്ഛയും കൂടാതെ, അദ്ദേഹത്തിന് അവിടെ പോയി കഴിഞ്ഞാൽ ഒരു 5000 രൂപ കൊടുക്കുമോ പ്രതിമാസം, നിങ്ങളതൊക്കെ ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന യജ്ഞത്തെ എന്ത് പറയുന്നു? ദേവയജ്ഞം എന്ന് പറയുന്നു. ഋഷിയജ്ഞം ഇപ്പം നിങ്ങൾ ചെയ്തു. ഋഷിയജ്ഞം ഞാൻ വരുന്ന സമയത്ത് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ തന്ന് ഒരു മാലയൊക്കെ ഇട്ട് എന്നെ ആദരിച്ച് കൊണ്ടുവന്നു. സന്യാസിമാർ, ഋഷീശ്വരന്മാർ, ഗുരുക്കന്മാർ ഇവരെയൊക്കെ സേവിക്കുന്ന, ആദരിക്കുന്ന പ്രവൃത്തിയെ എന്ത് പറയുന്നു? ഋഷിയജ്ഞം. പിന്നെ പിതൃയജ്ഞം, അതിപ്പോൾ നിങ്ങളൊക്കെ എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. പക്ഷേ അത് വേണ്ട രീതിയിലാവുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ മക്കളൊക്കെ ഇവിടെ ഇരിക്കാണ്ടിരിക്കുന്നത്. നിങ്ങളൊക്കെ എല്ലാം ചെയ്യുന്നുണ്ട്, മക്കൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ അത് വേണ്ട രീതിയിലാവാത്തതാണ് ഇപ്പോൾ ഇതിനൊക്കെ കാരണം. പാവം ഇദ്ദേഹം പറഞ്ഞു, ഞാൻ യാതൊരു റെസ്റ്റ്ലെസ്സായിട്ട്, യാതൊരു ലീവും എടുക്കാതെ ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തു വന്നു. ഞാനൊരു ചോദ്യം ചോദിക്കാം അദ്ദേഹത്തിനോട്. ചോദിക്കാം, 25 വയസ്സിൽ താഴെയുള്ള എത്ര കുട്ടികളുണ്ടായിരുന്നു നിങ്ങളുടെ കൂടെ? എല്ലാവരും ഉണ്ടായിരുന്നോ? ഇതാ കിടക്കണു. അപ്പൊ എന്തായി? അത് പഴച്ചു അല്ലേ? അടുത്ത പ്രാവശ്യം ഇങ്ങനെ ആവരുത്. നമ്മളുടെ മക്കളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ടാവണം. അപ്പോൾ ഋഷിയജ്ഞം കഴിഞ്ഞു, പിതൃയജ്ഞം കഴിഞ്ഞു, ദേവയജ്ഞം കഴിഞ്ഞു. ഇനി ഭൂതയജ്ഞം. എന്താണ് ഭൂതയജ്ഞം? പ്രകൃതിയിൽ നമ്മളുടെ കൂടെ ഈ ഭൂമണ്ഡലത്തിൽ അനവധി ജീവികളുണ്ട്, ഇല്ലേ? അനവധി ജീവികളുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിട്ട് ഇപ്പൊ പല സ്ഥലത്തും കാണാം കിളികൾക്ക് വെള്ളം വെച്ചു കൊടുത്തിരിക്കുന്ന പല സ്ഥലത്തും. നമ്മൾ വീടുകളിലൊക്കെ കാക്കയ്ക്ക് ചോറുണ്ടാക്കി കഴിഞ്ഞാൽ കാക്കയ്ക്ക് വെക്കും. പിതൃക്കൾക്ക് നമ്മൾ വെക്കും, ഇല്ലേ? പിതൃക്കളെ സംബന്ധിച്ചിട്ട് പിതൃക്കളാണോ ഒന്ന് കഴിക്കുന്നത്? അല്ല. അതിന് നമ്മൾ ബലിക്കാക്ക എന്ന് പറയും, അല്ലേ? ആ ബലിക്കാക്കയാണ് വന്നിട്ട് അത് എടുക്കുന്നത്. ഇത്തരം പ്രവൃത്തികളെ സഹജീവികളായിട്ടുള്ള മിണ്ടാപ്രാണികൾ, മറ്റ് ജീവികൾ എല്ലാം ഉണ്ട്. അവർക്ക് വേണ്ടി ചെയ്യുന്ന സേവനമാണ് അല്ലെങ്കിൽ കർമ്മമാണ് ഭൂതയജ്ഞം. പിന്നെ അതിഥി യജ്ഞം. അതിഥി യജ്ഞത്തിൽ ഇപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയ സമയത്ത് ചായയും അതുപോലെ തന്നെ ഒരു സ്നാക്സും ഒക്കെ ഉണ്ടായി. അതിഥി ദേവോ ഭവ നമ്മൾ പറയും, ഇല്ലേ? അപ്പോൾ അതിഥിയെ ദേവന് തുല്യം സങ്കല്പിച്ചും കൊണ്ട് അവരെ സേവിക്കുക. അതാണ് അതിഥി യജ്ഞം. ഇതെല്ലാം ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കർമ്മങ്ങളായിരിക്കണം. സ്വാമി വന്നു, ഒരു ചായ തന്നു, ഒരു 10 രൂപ തന്നോളൂ കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? അത് യജ്ഞായോ? ഇല്ല. നമ്മുടെ മക്കളുണ്ട്, ഒരുപാട് ധർമ്മങ്ങളുണ്ട്, അതെല്ലാം കർമ്മത്തിൽ അധിഷ്ഠിതമാണ്. പുത്രധർമ്മം. എന്താണ് പുത്രധർമ്മം? അമ്മ പറയണ, മോനെ പോയിട്ട് കടയിൽ പോയിട്ട് 1 കിലോ പഴം വാങ്ങിച്ചു വരൂ. 40 രൂപ കൊടുത്തു, 35 രൂപയായുള്ളൂ. തിരിച്ച് മകൻ വന്ന് പഴം തന്നു, ബാക്കി 5 രൂപ തന്നില്ല. ബാക്കി 5 രൂപ എവിടെയാ? അത് ഞാൻ പഴം മേടിച്ചു കൊണ്ടുവന്നില്ല, അതിനുള്ള കൂലിയാണ്, അത് ഞാൻ തരില്ല. അപ്പം എന്തായി?
അത് പുത്രധർമ്മമാണോ ചെയ്തപ്പോൾ? ഒരു സർവൻറ്റിൻ്റെ ജോലിയാണ് ചെയ്തത്. എന്താണ്? പ്രതിഫലം വാങ്ങിച്ചു. അമ്മ മകന് ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. നീ 4 ദോശ കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് 40 രൂപ തരണം. പറയോ? ഇല്ല. അത് മാതൃധർമ്മം. ഇങ്ങനെ ധർമ്മങ്ങൾ അനവധിയാണ്. നമ്മൾ പറയൂലേ, മാതാപിതാ ഗുരു ദൈവം, ഇല്ലേ? എന്താ അതിൻ്റെ അർത്ഥം? അർത്ഥം? മാതാപിതാ ഗുരു ദൈവം. മാതാവ്, പിതാവ്, ഗുരു, ദൈവം. അതിനാണോ? പിന്നെ എങ്ങനെയാ? ദൈവതുല്യരാണ്. ദൈവം എന്ന വാക്കിന് എന്താണ് അർത്ഥം? ദൈവം എന്ന വാക്കിന് എന്താണ് അർത്ഥം? ഈശ്വരൻ എന്ന വാക്കിന് എന്താണ് അർത്ഥം? ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി എന്ന് പറയുന്ന വാക്കിന് എന്താണ് അർത്ഥം? ഇതെല്ലാം ഒന്ന് തന്നെയാണ്? അല്ല. ദൈവം എന്ന വാക്കിന് ദൈന്യതയെ അകറ്റുന്നവൻ ആരോ അവൻ ദൈവം. ദൈന്യത, ആ വാക്കിന് എന്താ അർത്ഥം? കുറവ്. നമ്മൾ പറയും, ആശുപത്രിയിൽ ഒരാൾ വയ്യാതെ കിടക്കുകയാണ്, അവിടെ പോയി ഏതാണ്ട് പോകാനുള്ള അവസ്ഥയിൽ കിടക്കുകയാണ്. നമ്മളെന്താ പറയുക? ഭയങ്കര ദൈന്യാവസ്ഥയിലാണെന്ന് പറയും, ഇല്ലേ? പറയില്ലേ? അപ്പം അയാളുടെ കുറവെന്താ? ആരോഗ്യക്കുറവ്, അല്ലേ? അപ്പോൾ ഒരു ഡോക്ടർ പറയാം, എല്ലാവരും കൈവിട്ടു. അപ്പോൾ ഒരു ഡോക്ടർ പോയിട്ട് പറയണം, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയോളൂ, എന്തായാലും പോകാൻ കിടക്കുകയാണല്ലോ, നോക്കിയോളാൻ പറഞ്ഞു. അയാൾ പോയി നോക്കി, അയാൾ രക്ഷപ്പെട്ടു. അപ്പം എന്താ പറയുക ആൾക്കാർ? ആ ഡോക്ടർ എൻ്റെ ദൈവമാണെന്ന് പറയും. എന്തുണ്ടായി? ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ തിരിച്ചു കൊടുത്തു. നിങ്ങളുടെ വീട്ടിലൊരു വിവാഹം നടക്കുകയാണ്, മകളുടെ വിവാഹം. സാമ്പത്തികത്തിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. നമ്മൾ സൊസൈറ്റിയിൽ പോയിട്ട് ഒരു 10 ലക്ഷം രൂപ ലോണൊക്കെ പാസ്സാക്കി. കല്യാണത്തിന് കുറിയടിച്ചു, പന്തലിട്ടു, എല്ലാം കഴിഞ്ഞു. സ്വർണം മേടിക്കണം, വസ്ത്രം മേടിക്കണം. അതിന് 10 ലക്ഷം രൂപ എടുക്കാനായിട്ട് ബാങ്കിൽ പോയപ്പോൾ ബാങ്കുകാർ പറഞ്ഞു 2 ആഴ്ചയും കൂടി കഴിയുന്നു. കല്യാണം 3 ദിവസം കഴിഞ്ഞാലാ. എന്തു ചെയ്യും? അപ്പോൾ തൊട്ടടുത്ത വീട്ടിലെ ഭാസ്കരൻ നായർ പറഞ്ഞു, വിജയൻ നായരെ, ഞാൻ ഒരു കാര്യം തരാം, 10 ലക്ഷം രൂപ ഞാൻ തരാം, താൻ ലോൺ കിട്ടിയിട്ട് എനിക്ക് തന്നാൽ മതി. അപ്പം എന്തായി? ഭാസ്കരൻ നായർ ആരായി? വിജയൻ നായർക്ക് ദൈവമായി. എൻ്റെ ദൈവമാണെന്ന് പറയും, ഇല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ അർത്ഥം എന്താ? ദൈന്യതയെ അകറ്റുന്നവൻ ആരോ അവൻ ദൈവം. ഇപ്പം ഈ പത്രമാധ്യമങ്ങളൊക്കെ പറയും മനുഷ്യ ദൈവങ്ങൾ. മനുഷ്യന്മാരല്ലാണ്ട് പിന്നെ മരത്തിന് ദൈവമാവാൻ പറ്റുമോ? മനുഷ്യനല്ലേ മനുഷ്യനെ സഹായിക്കാൻ പറ്റുമോ? അപ്പോൾ കുറവ് നികത്തുന്നതാരോ അത് ദൈവം. അപ്പോൾ നമ്മൾ മാതാപിതാ ഗുരു = ദൈവം. അമ്മ എങ്ങനെയാ ദൈവമായി? നമ്മുടെ ആദ്യത്തെ കുറവെന്താണെന്നറിയോ? നമ്മളുടെ ആദ്യത്തെ കുറവെന്താ? ജനിച്ചു, കണ്ണൊക്കെ മെഴിച്ചു, ഒക്കെ ആയി, കരയാൻ തുടങ്ങി. നമ്മുടെ ആദ്യത്തെ കുറവെന്താ? ആരൊന്നും മിണ്ടില്ല. എന്താണ് കുറവ്? നീ പറഞ്ഞ അബദ്ധാവോ എന്ന് വിചാരിച്ചിട്ടാവോ മിണ്ടാൻ? ആദ്യത്തെ കുറവെന്താ? അച്ഛനാരാന്ന് നമുക്കറിയില്ല. അറിയോ? ജനിക്കുന്ന കുട്ടിക്ക് അച്ഛനാരാന്ന് അറിയാം. അമ്മ പറഞ്ഞു തരണം, മോനെ ദേ നിന്റെ അച്ഛൻ, എന്നിട്ട് കാണിച്ചു തരും അച്ഛൻ. നിങ്ങൾ ഇങ്ങോട്ട് വരൂ, അച്ഛൻ അങ്ങോട്ട് വരൂ. കുട്ടിയുടെ മുമ്പിൽ പറയും അച്ഛൻ അങ്ങോട്ട് വരൂ. അപ്പൊ കുട്ടിക്ക് ഇതാണ് എൻ്റെ അച്ഛൻ. ആദ്യത്തെ അറിവെന്താണ് നമുക്ക്? അച്ഛൻ എന്നുള്ള അറിവാണ്. അതാരാ തരണേ? അമ്മ. അപ്പൊ അമ്മ ആരായി? ദൈവമായി. അച്ഛൻ ഇനി എന്താ ചെയ്യണേ?
അച്ഛൻ വളർന്നു വലുതായി, നമ്മൾ ഓടി നടക്കാൻ തുടങ്ങി. ഇനി പഠിപ്പിക്കണ്ടേ? അച്ഛൻ നേരെ ഒരു ഗുരുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. അതുവരെ അറിയില്ല. അപ്പോൾ ഗുരു എന്നുള്ള അതെന്താ സങ്കല്പം? ഇതാണ് ഗുരു. ഗുരു കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ആ ഗുരുവിനെ നമുക്ക് കാണിച്ചു തരുന്നത് അച്ഛനാണ്. അപ്പൊ അച്ഛൻ ആരായി? ദൈവമായി. ഗുരു എന്താ ചെയ്യണേ? ഈ പ്രപഞ്ച ഭണ്ഡാരത്തിന്റെ മുഴുവൻ അന്തസ്സത്തയെ രത്നച്ചുരുക്കമാക്കി നമുക്ക് പറഞ്ഞു തരുന്നു, അല്ലേ? അപ്പൊ ഗുരു ആരായി? ദൈവമായി. മാതാപിതാ ഗുരു ഈസ് ഈക്വൽ ടു ദൈവം. മനസ്സിലായോ? മനസ്സിലായോ? യെസ്. പിന്നെ ആരാ? ഈശ്വരൻ. ഈശ്വര ഈശ്വര എന്നൊക്കെ പറയൂലേ നമ്മൾ? ആരാണ് ഈശ്വരൻ? യഥാസമയം ഈശാന കോണിൽ വർത്തിക്കുന്നവനാരോ അവൻ ഈശ്വരൻ. യഥാസമയം, എപ്പോഴാണോ അപ്പോൾ. നമ്മൾ ശിവന്റെ അമ്പലത്തിൽ പോയി നടയിൽ നിൽക്കുക, ശിവലിംഗമൊക്കെ കാണാണ്ട്, എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുക, സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി. ഉണ്ടാവോ? ഉണ്ടാവോ? അപ്പൊ യഥാസമയം നമ്മളുടെ ഈശാന കോണിൽ ആരാ? ഹൃദയത്തിൽ ആരാ? ശിവനാണ്, അല്ലേ? അപ്പൊ നമ്മളെന്താ പറയാ? ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം, അല്ലേ? ദേവിയുടെ നടയ്ക്ക് പോയിട്ട് അത് ചൊല്ലുവോ? അവിടെ പോയിട്ട് നമ്മൾ കാളിയുടെ അമ്പലത്തിൽ പോയി. നമ്മളെന്താ അവിടെ കാളിയുടെ അമ്പലത്തിലാണ് പോണേ. അപ്പൊ നമ്മളെന്താ പറയാ? കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മഞ്ച പാലയ പാലയ. അതിപ്പോ നടപ്പിലാവുണ്ടോ? കുലം ച കുലധർമ്മം ച. ഇപ്പൊ കുലമില്ല, ധർമ്മമില്ല, ഒന്നുമില്ല. അപ്പൊ യഥാസമയം ഈശാന കോണിൽ വർത്തിക്കുന്നവൻ ആരോ അവൻ ഈശ്വരൻ, വർത്തിക്കുന്നവൾ ആരോ അവൾ ഈശ്വരി. അതൊക്കെ പോട്ടെ. പിന്നെ ആരാ? ഭഗവാൻ. ആരാണ് ഭഗവാൻ? ഇപ്പൊ ഒരു അമ്മ കൃഷ്ണഭക്തയാണ്. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ പറയും കൃഷ്ണ 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 കൃഷ്ണ. ഒന്ന് തട്ടി വിരല് തട്ടി വീഴാൻ പോയ എൻ്റെ കൃഷ്ണ ഇല്ലേ? വിളിക്കൂ ഇല്ലേ? വിളിക്കൂ. നിങ്ങളുടെ ആരാ കൃഷ്ണൻ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ ബന്ധുവാണോ? നിങ്ങളുടെ റിലേറ്റീവ് ആണോ? അല്ല. നിങ്ങൾ തൊട്ടുണ്ടോ കൃഷ്ണനെ? ഇല്ല. കേട്ടുണ്ട്, അല്ലേ? അത്രയേ ഉള്ളൂ. അങ്ങനെ കേട്ടും കൊണ്ട് നമ്മളുടെ ഹൃദയത്തിൽ ഒരു രൂപസങ്കല്പത്തിൽ നമ്മൾ പ്രതിഷ്ഠിക്കുന്ന, നമ്മുടെ ഭാഗമാക്കുന്ന ദേവനാരോ അവൻ ഭഗവാൻ. ഞങ്ങൾ കാളി ഭക്തരാണ്. തട്ടിത്തറഞ്ഞ അമ്മേ ഭഗവതി, പെട്ടെന്ന് അതാ വരിക വായിൽ. ഞങ്ങൾക്ക് ഭഗവതിയാണെന്നർത്ഥം. അപ്പോൾ ഭാഗമായിരിക്കുന്നവൾ നമ്മൾ കാണുകയോ കേൾക്കുകയോ തൊടുകയോ അനുഭവിക്കുകയൊന്നും ചെയ്യാതെ ഭാഗമായിരിക്കുന്നവൻ ആരോ അവൻ ഭഗവാൻ. ഭാഗമായിരിക്കുന്നവൾ ആരോ? ഭഗവതി. ഇത്തരത്തിലുള്ള വിഷയങ്ങളെ മനസ്സിലാക്കാൻ കരയോഗത്തിന് മാസത്തിലൊരിക്കൽ ആത്മീയ പ്രബോധന ക്ലാസുകൾ ആവശ്യമാണ്. നടക്കുമോ? കമ്മിറ്റിക്കാരോട് ചോദിക്കട്ടെ അല്ലേ? ഒരാവശ്യമല്ലേ? ഉണ്ടായിരുന്നതാണ്. യെസ്. ഇപ്പം ഇല്ല. അപ്പൊ ഇനി ഒന്നുകൂടി ഉണ്ടാക്കിയാലോ? അപ്പൊ എന്തായാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താ? വേണോ വേണ്ടേ? വേണമെന്നുള്ളവരൊന്ന് കൈബന്ധിച്ചെന്നോട്ടെ. കുറച്ച് ആൾക്കാർക്കൊന്നും വേണ്ടാന്നുണ്ട്. ഞങ്ങൾക്ക് ഇതിൻ്റെ പിന്നാടി നടക്കാൻ വയ്യാട്ടോ സ്വാമി, ആവശ്യമില്ലാത്ത പണിക്കൊന്നും നിൽക്കല്ല. യെസ്.
അല്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ അറിയാം. പക്ഷെ നമ്മളിതൊക്കെ മക്കളെ പഠിപ്പിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ വേറൊരു അവസ്ഥയിലാവും. യാതൊരു സംശയമില്ല കാര്യം. അന്ന് ഞാൻ പറയില്ല, നിങ്ങൾക്കൊക്കെ അറിയാം. സമകാലീന പ്രശ്നങ്ങളെ നിങ്ങൾ ടി വിയിലൂടെയും മാധ്യമങ്ങളിലൂടെയും ഒക്കെ അറിയുന്ന ആൾക്കാരാണ്. ഒക്കെ നിങ്ങൾക്കറിയാം ഇല്ലേ? മനസ്സിലായോ? എവിടെയായിന്ന്? മനസ്സിലായിന്ന്. അങ്ങനെ ഒരു അവയവമുണ്ടോ നിങ്ങൾക്ക്? ഹാർട്ടുണ്ട്, ലിവർ ഉണ്ട്, ഒക്കെ ഉണ്ട്. മനസ്സിലായോ? എപ്പോഴും ചോദിക്കും മനസ്സിലായോ, എവിടെയായോ എന്ന്. മനസ്സെന്ന് പറഞ്ഞാൽ എന്താ സാധനം? അങ്ങനെ സാധനം ഉണ്ടോ നിങ്ങൾക്ക്? അവയവം ഉണ്ടോ നിങ്ങൾക്ക്? സ്വാമി ഞങ്ങളെ വഴിതെറ്റിക്കല്ലേ. അങ്ങനെ ഒരു അവയവം ഉണ്ടോ? ഒന്നും മിണ്ടില്ല. നിങ്ങൾക്ക് മനസ്സെന്ന് പറയുന്ന അവയവം ഉണ്ടോയെന്ന് ചോദിക്കണേ ഞാൻ. ഇല്ല. പിന്നെ എവിടെയാ ആയോ എന്ന് ചോദിക്കണേ? മനസ്സിലായോ? ഇപ്പോൾ ഇവിടെ ഒരു കൃഷ്ണമണിയമ്മ കോൺഷ്യസ് എഞ്ചിനീയർ. എന്താണ് കോൺഷ്യസ്? അൺകോൺഷ്യസ്. ബോധമണ്ഡലം, ഉപബോധമണ്ഡലം. ഈ ബോധമണ്ഡലം, ഉപബോധമണ്ഡലം ഉറങ്ങുമ്പോൾ ബോധമണ്ഡലം എഴുന്നേറ്റ് നിൽക്കും. ബോധമണ്ഡലം ഉറങ്ങുമ്പോൾ ഉപബോധമണ്ഡലം എഴുന്നേൽക്കും. അപ്പോഴാണ് നമ്മൾ സ്വപ്നങ്ങൾ കാണുന്നത്. നമ്മളൊന്നും പോയിട്ടുണ്ടാവില്ല ചിലപ്പോൾ സിനിമയിലോ അല്ലെങ്കിൽ വേറെ. അതൊക്കെ നമുക്ക് രാത്രിയാകുമ്പോൾ ഭംഗിയായിട്ട് കാണാൻ പറ്റും. ഈ ഉപബോധമണ്ഡലത്തിനൊരു ശക്തിയുണ്ട്. ആളെ എണിപ്പിച്ച് നടത്തും. വാതിലൊക്കെ തുറന്ന് പോയി പുറത്തൊക്കെ പോയി കുറച്ച് കഴിയുമ്പോൾ തന്നെ തിരിച്ചു വന്ന് അത് ആ സ്ഥലത്ത് കിടക്കും. ഇതും ഉപബോധമണ്ഡലത്തിൻ്റെ ശക്തിയാണ്. ശരീരത്തിനെ എണിപ്പിച്ച് നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ബോധമണ്ഡലവും ഉപബോധമണ്ഡലവും നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരിൽ പകുതി ഉപബോധമണ്ഡലവും പകുതി ബോധമണ്ഡലവുമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കാലത്തോട്ട് വന്നിട്ട് മനസ്സിങ്ങനെ ക്ഷീണമായിട്ടിരിക്കുക. എന്തൊക്കെയോ സ്വാമി പറയുന്നുണ്ട്, കുറെ കേൾക്കുന്നുണ്ട്, കുറെ കേൾക്കണില്ല. ഈ കേട്ടതൊക്കെ എല്ലാം അതേപടി നിങ്ങളുടെ മനസ്സിലുണ്ടോ? വെരി ഗുഡ്. അപ്പൊ ബോധമണ്ഡലത്തിലാണ് ഇരിക്കണേന്ന് അർത്ഥം. അപ്പൊ ഈ മനസ്സ് രണ്ട് തരത്തിലുള്ള പ്രാണനുകളാണ് ഇവിടെയുള്ളത്. പോസിറ്റീവ് പ്രാണനും നെഗറ്റീവ് പ്രാണനും. എന്താണ് പോസിറ്റീവ് പ്രാണൻ, എന്താണ് നെഗറ്റീവ് പ്രാണൻ? നമ്മൾ സത്സംഗം നടത്തുന്ന സമയത്ത് ഇവിടെ എല്ലാം പോസിറ്റീവ് പ്രാണനാണ്. മരണ വീട്ടിൽ പോകുമ്പോൾ നെഗറ്റീവ് പ്രാണനാണ്. ആശുപത്രിയിൽ പോകുമ്പോൾ നെഗറ്റീവ് പ്രാണനാണ്. ജയിലിൽ പോകുമ്പോൾ അവിടെ നെഗറ്റീവ് പ്രാണനാണ്. ആക്സിഡന്റ് നടക്കുമ്പോൾ ആ സ്പോട്ടിൽ നെഗറ്റീവ് പ്രാണനാണ്. പോസിറ്റീവ് പ്രാണൻ യാഗം നടക്കുന്ന സ്ഥലം, ക്ഷേത്രം, ഇത്തരം സത്സംഗങ്ങൾ നടത്തുന്ന സ്ഥലങ്ങൾ, ഭജന നടക്കുന്ന സ്ഥലങ്ങൾ, ഇതൊക്കെ പോസിറ്റീവ് പ്രാണനാണ്. എന്താണ് പോസിറ്റീവ് പ്രാണനും നെഗറ്റീവ് പ്രാണനും? പ്രാണൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ശരീര പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള നമ്മുടെ ശരീരത്തിന് ജീവന് വേണ്ടിയിട്ടുള്ള ഊർജം പ്രദാനം ചെയ്യുന്ന ശക്തിയെ എന്ത് പറയുന്നു? പ്രാണൻ എന്ന് പറയുന്നു. അതാണ് നമ്മൾ ശ്വസിക്കുമ്പോൾ പ്രാണവായു എന്ന് പറയുന്നു. ഈ പ്രാണവായു ഉള്ളിൽ പോയിട്ട് അവിടെ ഹെലികോപ്റ്ററിൻ്റെ ഒക്കെ ലാൻഡിങ് ഏരിയ പോലെ ഈ പ്രാണന് ഒരു ലാൻഡിങ് ഏരിയ ഉണ്ട്. ചില സ്ത്രീകളൊക്കെ കാണാം വിഷമം വരുമ്പോൾ ഇങ്ങനെ ഇടിക്കും, ഇല്ലേ? മരിച്ച വീട്ടിൽ പോകുമ്പോൾ ഭയങ്കര വേദന. അവിടെ ഒന്നുമില്ല, അവിടെ വെറും ഒരു വായുമണ്ഡലം മാത്രമേ ഉള്ളൂ. അവിടെ ഭയങ്കര വേദന. ചിലർ തല തിരിഞ്ഞു വീഴും, ബോധം കെട്ടു വീഴും, ഒക്കെ. എന്താണ്? ഈ പ്രാണൻ നമുക്ക് ഫീൽ ഉണ്ടാക്കും. ആ ഫീല് നമ്മളുടെ മറ്റ് ഇന്ദ്രിയ പ്രവർത്തനങ്ങളെ മുഴുവൻ സ്തംഭിപ്പിക്കും.
എന്തു ചെയ്യും? ഈ പ്രാണൻ ഊർജം കൊടുക്കില്ല, ജീവന്. ചിലർ അറ്റാക്കായിട്ട് മരിക്കും. അപ്പൊ ഈ പ്രാണൻ പോയിട്ട് ലാൻഡ് ചെയ്യുന്ന സ്ഥലത്തിനെയാണ് എന്ത് പറയണേ? മനസ്സ്. അവിടെയാണ് നമ്മൾ ചോദിക്കണേ, ശ്രവണേന്ദ്രിയത്തിലൂടെ കേൾക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ ആയോ? അതിനുശേഷമാണ് അത് ബ്രെയിനിലേക്ക് കൊടുക്കുന്നത്. നമ്മളൊരു ആക്ഷൻ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഒന്നിലോ കാണണം, അല്ലെങ്കിൽ കേൾക്കണം, അല്ലെങ്കിൽ ടേസ്റ്റ് അറിയണം. അപ്പോഴാണ് റിയാക്ഷൻ ഉണ്ടാവുക. അപ്പം ഇത്തരം വിഷയങ്ങളെ പഠിക്കാനും അതിനെ മനസ്സിലാക്കാനും നമ്മളുടെ കുട്ടികളെ നിങ്ങൾ ബാല ക്ലാസ്, വേദപഠന ക്ലാസ് എന്നോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, അത്തരത്തിൽ ഒരു ക്ലാസ് കരയോഗത്തിൻ്റെ കീഴിൽ ഇപ്പോൾ ഓഫീസുണ്ടെന്ന് പറഞ്ഞു അല്ലേ? ഓഫീസിൽ നിങ്ങൾക്ക് ഇവിടെ അനവധി, ഇപ്പോൾ ഈ മേഡത്തെ പോലുള്ള അനവധി ആൾക്കാരുണ്ട്. അവരെ പോലുള്ളവരെയൊക്കെ കൊണ്ടുവന്ന് കുട്ടികൾക്ക് ക്ലാസ് എടുക്കണം. എന്നാൽ മാത്രമേ, അല്ലെങ്കിൽ ഇപ്പം തന്നെ നമുക്കറിയാം ഗൂഗിൾ മീറ്റ്, ഇപ്പോൾ ഒക്കെ ഗൂഗിളിലാണല്ലോ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഏതെങ്കിലും മാസ്റ്റേഴ്സിനെ നിങ്ങൾ കൊണ്ടുവന്ന് അതൊക്കെ എടുപ്പിക്കുക. എന്നാൽ മാത്രമാണ് നമുക്ക് അടുത്ത കരയോഗത്തിന് നമ്മുടെ മക്കളെ ഇവിടെ കൊണ്ടിരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഉണ്ടാവോ അങ്ങനെ? അടുത്ത പ്രാവശ്യം വിളിക്കും, ഉണ്ടാവോ? ഉണ്ടാവും. ആ യെസ്, ഡൺ. അപ്പോൾ നമുക്ക് ആവശ്യം, നേരത്തെ പറഞ്ഞു, നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞാൽ എന്നെ കാണാൻ പറ്റും. പല പണികളും ഞാൻ ചെയ്യാറുണ്ട്. എന്താന്നല്ലേ, ഞാൻ സ്നേക്ക് ക്യാച്ചറാണ്, പാമ്പിനെ പിടിക്കുന്നിടത്ത്. പിന്നെ അവിടെ റോട്ടിൽ കിടക്കുന്ന അനവധി ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള സർവീസ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും. റോട്ടിലേതെങ്കിലും വളർത്തുമൃഗങ്ങൾ ആക്സിഡൻ്റായിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മളത് എടുത്തുകൊണ്ട് പോയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പരിചരണം കൊടുക്കും. ഇതൊക്കെ നമ്മൾ ചെയ്യണം. സെൽഫിഷ് ആവരുത്. സെൽഫിഷ് ആയില്ലെങ്കിൽ നമുക്ക് ആരോടും ദേഷ്യം ഉണ്ടാവില്ല. അടുത്ത വീട്ടിലെ ചേച്ചിയോട് പോയിട്ട്, എൻ്റെ വീട്ടിൽ 2 ആൾക്കാർ വന്നിട്ടുണ്ട്, ഒരു ലേശം പഞ്ചസാര തരൂ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവർ പറയും ഇവിടെ ഇല്ല, ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അപ്പോൾ തലേ ദിവസമാണ് 2 പേരും കൂടി പോയിട്ട് 5 കിലോ പഞ്ചസാര വീതം മേടിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. അപ്പോഴാണ് പോയി ചോദിക്കണേ, ഇതിൽ കുറച്ച് പഞ്ചസാര തരുമോന്ന്. അപ്പോൾ ഇവിടെ ഇല്ല എന്ന് പെട്ടെന്ന് പറഞ്ഞു. അപ്പം എന്താവും നമുക്ക്? സരസ്വതിയും ഞാനും കൂടി ഇന്നലെ പോയിട്ട് 5 കിലോ മേടിച്ചു കൊണ്ടുവന്നിട്ട് ഇന്നൊരു ഗ്ലാസ് പഞ്ചസാര ചോദിച്ചപ്പോൾ തന്നില്ല. നാളെ തൊട്ട് അവരുടെ വീട്ടിലേക്ക് പോവും വേണ്ട, അവരോട് വീണ്ടും വേണ്ട. ഒരു ക്ഷമിക്കാനുള്ള ഒരു മനസ്സുണ്ടാക്കിക്കൂടെ നിങ്ങൾക്ക്? ക്ഷമിക്കാനും പൊറുക്കാനും പല വീടുകളിൽ നിന്ന് നടക്കുന്നൊരു വിഷയങ്ങളാണ്. ഞാൻ ഈ കൗൺസിലിംഗ് ഒക്കെ നടത്തണോണ്ട് ചെറിയ വിഷയം ഉണ്ടാവുള്ളൂ, അതിന് അച്ഛനും അമ്മയും 2 സ്ഥലത്ത് പോയി കിടക്കും. വല്ല കാര്യമുണ്ടോ നിങ്ങളുടെ? അപ്പോൾ പലരുടെ വീടുകളിൽ നടക്കുന്നുണ്ടാവും കേട്ടോ. ഭാര്യയും ഭർത്താവും കൂടി വഴക്കായി കഴിഞ്ഞാൽ ഉടനെ 2 സ്ഥലത്ത് പോയി കിടക്കും. അത് കൂടെ കിടന്നാൽ നേരെയായി, ഒരു പ്രശ്നമില്ല, അതിന് നിൽക്കില്ല. ഉണ്ടാവാറില്ലേ നിങ്ങളുടെ വീടുകളിലൊക്കെ? സത്യം പറയണം കേട്ടോ. അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ നമ്മളുടെ കുടുംബങ്ങൾക്ക് കൗൺസിലിംഗ് ക്ലാസ്സുകൾ കൊടുക്കണം. ക്രിസ്ത്യാനികൾക്ക് ഒരാഴ്ചത്തെ ക്ലാസ് ഉണ്ട് കല്യാണത്തിന് മുമ്പേ. ആ ക്ലാസ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ കല്യാണം നടക്കില്ല.
അവർക്ക് ഡൈവേഴ്സും കുറവാണ്. പള്ളിയിലച്ഛൻ തീർത്തോളും. നമുക്കോ? നമ്മൾ കമ്പയർ ചെയ്യുന്നൊരു വിഷയമുണ്ട്. ക്രിസ്ത്യൻ പള്ളി, മുസ്ലിം മസ്ജിദ്, പിന്നെ നമ്മുടെ ക്ഷേത്രം. ഇങ്ങനെയാണോ ഇതിനെയാണോ കമ്പയർ ചെയ്യേണ്ടത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. പള്ളിയിലച്ഛനെ പോലെയാണോ ഒരു ക്ഷേത്രത്തിലെ പൂജാരി? അദ്ദേഹത്തിൻ്റെ വയറ്റിപ്പഴപ്പിന് വന്നിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിനോട് നിങ്ങളുടെ വിഷയങ്ങൾ പറയാൻ നിന്ന അങ്ങേർക്ക് കാലത്ത് 5:30 നട തുറന്നു കഴിഞ്ഞാൽ 8:30 നടടച്ച് വീട്ടിൽ പോകണം. അതിൻ്റെ ഇടയിൽ നിങ്ങളുടെ കുടുംബവിശേഷം പറയാൻ ആൾക്കുണ്ടോ കേൾക്കാൻ നേരം? അയാളോടാണോ പറയണ്ടേ? അല്ല. നിങ്ങൾ അതിന് പകരം ആശ്രമങ്ങളിലാണ് പോകേണ്ടത്. ആശ്രമങ്ങളും പള്ളിയും മസ്ജിദുമാണ് കമ്പയർ ചെയ്യേണ്ടത്, നല്ല ക്ഷേത്രങ്ങളല്ല. ക്ഷേത്രം വേറൊരു കൺസെപ്റ്റാണ്. അതിനെ പഠിക്കണം നമ്മൾ. എന്താണ് ക്ഷേത്രം? അത് നമ്മൾ പഠിക്കണം. നമ്മൾ ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന സമസ്ത വസ്തുക്കളും സയന്റിഫിക്കാണ്. നിങ്ങൾ ഈ വിഷയത്തെ നിങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കൂ, അവർക്കത് മനസ്സിലാവും. പ്രകൃതി ചികിത്സ ചെയ്യുന്ന സമയത്ത് പ്രകൃതി ചികിത്സകര് പറയും, കാലത്ത് എഴുന്നേറ്റ് ഒരു 5 തുളസിയില വെള്ളത്തിലിട്ട് കുടിക്കൂ, ഇല്ലേ? എന്താണ് അതിൻ്റെ പ്രത്യേകത? തുളസിയുടെ പ്രത്യേകത എന്താണെന്നറിയോ നിങ്ങൾക്ക്? അതിൻ്റെ സയന്റിഫിക് പവർ എന്താണെന്നറിയോ? അറിയോ? എനിബഡി? ആർക്കെങ്കിലും അറിയോ? എന്നാ ഞാൻ പറയല്ല. വടവൃക്ഷത്തിലാലും കുറ്റിവൃക്ഷത്തിൽ കൂവളവും കുറ്റിച്ചെടിയിൽ തുളസിയും പുല്ലിൽ കറുകയും ഓസോണെ വിസർജിക്കുന്ന സസ്യങ്ങളാണ്. ഈ ഓസോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പ്രപഞ്ചത്തിന്റെ സൂര്യപ്രകാശത്തിൽ നിന്നും വരുന്ന അൾട്രാ വയലറ്റ് രശ്മികളെ ഫിൽട്ടർ ചെയ്ത് ജീവരാശിയെ സംരക്ഷിക്കുന്ന ഏറ്റവും ഉപരിമണ്ഡലത്തിലുള്ള വായുമണ്ഡലമാണ് ഓസോൺ. ഈ ഓസോൺ എവിടെ നിന്നുണ്ടാവണേ? ചെടികളിൽ നിന്നാണ്. ആ ചെടികളെയാണ് നമ്മൾ ക്ഷേത്രത്തിൽ ഉപയോഗിക്കണേ. ആല് ക്ഷേത്രത്തിലല്ലാതെ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കൂടുതലും സ്വാമി, ഞങ്ങളുടെ ബിൽഡിങ്ങിന്റെ വാട്ടർ ടാങ്കിന്റെ സൈഡിൽ ദേ നിൽക്കണ ഒരാല്. ആലല്ല ഞാൻ ഉദ്ദേശിച്ചോ. ക്ഷേത്രത്തിൽ നിൽക്കുന്ന വടവൃക്ഷം, പുല്ലിൽ കറുക. കറുക നമ്മൾ ആർക്കാ ഇടുക? ഗണപതി. തുളസി ആർക്കാ ഇടുക? കൃഷ്ണന്. കൂവളം ആർക്കാ ഇടുക? ശിവന്. ഇതിൻ്റെ തീർത്ഥമാണ് കാലത്ത് നിങ്ങൾ അഭിഷേകം ചെയ്തിട്ട് കുടിക്കണത്. ഇത് കുടിക്കുമ്പോൾ ശരീരത്തിന് എന്താ ഉണ്ടാവുക? ഒരു ദിവസത്തേക്ക് വേണ്ട പ്രതിരോധ ശേഷി, ആന്റിബയോട്ടിക് പവർ നമുക്ക് ശരീരത്തിൽ ഉണ്ടാവും. അതാണ് ഓസോണിന്റെ പ്രത്യേകത. വയസ്സായ ഒരു 85 വയസ്സായിട്ടുള്ള ഒരു തിരുമേനി ഒരു ക്ഷേത്രത്തിലുണ്ടെങ്കിൽ അയാൾ എപ്പോഴെങ്കിലും ആശുപത്രിയിൽ പോയിട്ടുണ്ടോ എന്ന് വെറുതെ ചോദിച്ചാൽ മതി. ഒന്നും വേണ്ട, നിങ്ങളിവിടെയുള്ള ആശുപത്രികളൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ഞാൻ റെഡ് ക്രോസിൻ്റെ ലൈഫ് മെമ്പറാണ്. റെഡ് ക്രോസ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ? കുട്ടികൾക്കൊക്കെ അറിയാം. ലോകത്ത് ഏറ്റവും വലിയ NGO സംഘടനയാണ് റെഡ് ക്രോസ്. ജനീവയിലാണ് എൻ്റെ ആസ്ഥാനം. അപ്പം അതിൻ്റെ ഒരു സർവേ ഞങ്ങൾ നടത്തി. ആശുപത്രികളിൽ ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് രോഗികളായിട്ട് കിടക്കുന്നത്? ബ്രാഹ്മണരില്ല. ബ്രാഹ്മണര് ഇല്ല. ജയിലിൽ പോയി നോക്കി, ബ്രാഹ്മണരില്ല. എന്താ കാരണം? ഭക്ഷണം. ഇങ്ങനെ അനവധി വിഷയങ്ങൾ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ പഠിപ്പിക്കില്ല. എന്നിട്ട് രാമൻ വനവാസത്തിന് പോയെന്നും കൃഷ്ണൻ യുദ്ധം ചെയ്യാൻ പോയി എന്നൊക്കെ പഠിപ്പിക്കും. ഇതൊക്കെ പിള്ളേർക്ക് വല്ലതും പറഞ്ഞാൽ മനസ്സിലാവും.
കുട്ടികൾക്ക് ആവശ്യമുള്ള അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓസോണെ കുറിച്ചിട്ട് നമുക്ക് രാമായണത്തിലോ ഭാഗവത്തിലോ അറിയാൻ പറ്റുമോ? ഓസോൺ എന്ന് പറഞ്ഞ വാതകത്തെ കുറിച്ച് ഇല്ല. കുട്ടികൾ പഠിക്കുന്നുണ്ട്. കുട്ടികൾക്ക് അറിയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ് ക്ഷേത്രത്തിലാണ് ഉപയോഗിക്കണേ അതൊന്നും നിങ്ങൾ പറഞ്ഞു കൊടുത്ത് നോക്കൂ. അവർ ദിവസവും ഒന്ന് തീർത്ഥം സേവിക്കും. രോഗം ഉണ്ടാവാണ്ടിരിക്കണം എന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ. ഇത് എവിടെ നിന്നുണ്ടാവണേ? എല്ലാ വസ്തുക്കൾക്കും ഓറയുണ്ട്. നമ്മൾ ഇടുന്ന തുളസിയുടെ ഇല പുറത്തേക്ക് വരുന്ന ഓസോൺ ഇതിൻ്റെ ഓറയിൽ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കും. തുളസിയുടെ കൃഷ്ണന്റെ വിഗ്രഹത്തിലും കൂവളം ശിവന്റെ വിഗ്രഹത്തിലും കറുക ഗണപതിയുടെ വിഗ്രഹത്തിലൊക്കെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കും ഈ ഓസോൺ. ഓസോൺ ജലത്തിൽ ലയിക്കുന്ന വാതകമാണ്. ജലത്തിൽ ലയിക്കുന്ന വാതകമാണ് ഓസോൺ. കാലത്ത് അഭിഷേകം ചെയ്യുമ്പോൾ ഓസോൺ ഈ ജലത്തിൽ ലയിക്കുകയും അത് തീർത്ഥമായിട്ട് സേവിക്കുകയും നമ്മൾ ചെയ്യുക. ഇത് തന്നെയാ പ്രകൃതി ചികിത്സകന്മാര് 5 തുളസിയുടെ ഇല വെള്ളത്തിലിട്ട് നിങ്ങൾ കുടിക്കൂ എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാര്യം. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് വേണം. ആ ക്ലാസ് നിങ്ങൾ കണ്ടക്ട് ചെയ്യണം. ഇതൊക്കെയാണ് ആവശ്യം. ഇതുണ്ടെങ്കിലേ നമ്മളുടെ ന്യൂ ജനറേഷൻ നമ്മളുടെ പാതയിലേക്ക് വരുള്ളൂ. ഈ ഇരിക്കുന്നവരിൽ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ഇതുവരെ നടന്നിട്ടുണ്ട്. യാതൊരു കുഴപ്പവും കൂടാതെ അമ്മമാര് ചിരിച്ചു തുടങ്ങി. സ്വാമി ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കാൻ പോണേ അടുത്തല്ലേ. ജീവിതത്തിൽ എനിക്ക് യാതൊരു ദുഃഖങ്ങളും ഇല്ല. എനിക്കൊരു ദുഃഖങ്ങളും ഇല്ല. മക്കളെ കൊണ്ടോ ഭർത്താവിനെ കൊണ്ടോ അയൽക്കാരെ കൊണ്ടോ ഫ്രണ്ട്സിനെ കൊണ്ടൊന്നും എനിക്ക് ഒരു ദുഃഖവും ഇല്ല. എനിക്ക് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല എന്നുള്ള എത്ര പേരുണ്ട് ഇതിൻ്റെ ഉള്ളിൽ? എത്ര പേരുണ്ട്? നിങ്ങളൊന്ന് വെറുതെ പിള്ളിക്കുന്ന തിരിഞ്ഞു നോക്കൂ. തിരിഞ്ഞു നോക്കൂ. കഴുത്തിനൊരു എക്സസൈസ് ആവട്ടെ. ഇങ്ങനെ എന്നെ മാത്രം നോക്കിയിരിക്കണ്ടേ. മനസ്സിലായോ? അപ്പൊ ഇതിനൊക്കെ കാരണമാരാ? ഒരു വീട്ടിലെ ഐശ്വര്യവും സ്ത്രീയാണ്, അശ്രീകരവും സ്ത്രീയാണ്. അമ്മയും സ്ത്രീയാണ്, അമ്മായിയമ്മയും സ്ത്രീയാണ്, അല്ലേ? മരുമകളും സ്ത്രീയാണ്, മകന്റെ അമ്മയും സ്ത്രീയാണ്, അല്ലേ? ഇവരൊക്കെ നന്നായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുടുംബം നേരെയാവും. വേറെ വല്ലതും വേണോ? നിങ്ങളുടെ മക്കളെ ദിവസവും എഴുന്നേൽപ്പിച്ച് എന്ത് ചെയ്യണം? കാലത്ത് എൻ്റെ മക്കൾ 7 മണിയാവും സ്വാമി എണീക്കുമ്പോൾ പറഞ്ഞാൽ കേൾക്കില്ല, അല്ലേ? അപ്പൊ അതിനൊരു മാറ്റം വരുത്തണം. മാറ്റം നമുക്ക് ആവശ്യമാണ്. ആ മാറ്റത്തിന് വേണ്ടിയിട്ടായിരിക്കണം ഇപ്പം നിങ്ങളൊക്കെ കൂടിയിരിക്കണം. മാറ്റം ആവശ്യമാണ്. ഇന്നു മുതൽ ഞാൻ സാധാരണ പ്രഭാഷണങ്ങൾക്ക് പോകുമ്പോഴേ ഞാൻ പറയും, ഞാൻ വെറുതെ അധരവ്യായാമം നടത്താനുള്ളൊരു സന്യാസിയല്ല. 100 പേര് കേൾക്കുന്നുണ്ടെങ്കിൽ 2 പേരെങ്കിലും അത് അനുസരിക്കുന്നവരായിരിക്കണം. എല്ലാവരും ഒന്നും അനുസരിക്കില്ല. 2 പേര് മതി. അത്രേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. കാലത്ത് നേരത്തെ എഴുന്നേറ്റ് ഒരു 5:30 എണിപ്പിച്ചാൽ മതി മക്കളെ. പരീക്ഷയാകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ 2 മണിക്കൊക്കെ എണിപ്പിക്കുകയായിരിക്കും. അതൊന്നും വേണ്ട. ഒരു 4:30 എണിപ്പിച്ച് 5:30 എണിപ്പിച്ച് കുളിച്ച് അടുത്തുള്ള ക്ഷേത്രത്തിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പറഞ്ഞയക്കണം. നിങ്ങളത് ചെയ്യില്ല. അത് ചെയ്യാത്തതിൻ്റെ ഫലമാണ് ഇന്ന് പിള്ളേർ അമ്പലത്തിലേക്ക് പോകാത്തതും ഇവിടെ വന്നിരിക്കാത്തതും. ചെയ്യോ ചെയ്യോ എവിടെ സ്വാമി? ഞാൻ പറഞ്ഞാലൊന്നും ചെക്കൻ കേൾക്കില്ല, മോള് കേൾക്കില്ല, മോളുടെ കുട്ടിയും കേൾക്കില്ല, അല്ലേ? പക്ഷേ കേട്ടില്ലെങ്കിൽ നിങ്ങളുടെ മക്കളൊക്കെ വഴിതെറ്റിപ്പോയി. പ്രത്യേകിച്ച് എറണാകുളം. ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ. എല്ലാ സ്ഥലത്തും ഉണ്ട് ഇത്.
എറണാകുളത്ത് മാത്രമല്ല, പ്രത്യേകിച്ച് എറണാകുളത്ത്. അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഗർവ് സേ കഹോ ഹം ഹിന്ദു ഹേ, പറയാൻ നമ്മൾക്ക് ചങ്കൂറ്റുണ്ടാവണം. അത് പറയാത്തോളത്തോളം കാലം നമ്മൾ പിന്തിരിഞ്ഞ് നടക്കേണ്ടി വരും. മുമ്പിലേക്ക് പോകാൻ പറ്റില്ല, പിന്തിരിഞ്ഞ് നടക്കേണ്ടി വരും. ഹിന്ദുവാണ് ഞാനൊരു മേനോനാണ്, അല്ലെങ്കിൽ ഞാനൊരു നായരാണ്, അല്ലെങ്കിൽ ഞാനൊരു പണിക്കരാണ് എന്ന് പറയാൻ പണ്ടൊക്കെ നമ്മുടെ പേരിൻ്റെ അവസാനം ഇല്ലേ മേനോൻ, എന്തിനു വേണ്ടിയിട്ടാ? അറിയാൻ വേണ്ടിയിട്ടാ. ഇപ്പം ഞങ്ങളൊക്കെ ആണെങ്കിൽ ശർമ്മ ഉണ്ടാവും, അറിയാൻ വേണ്ടിയിട്ടാ. അപ്പോൾ നമ്മൾ ഇനിയെങ്കിലും ഒരു മാറ്റത്തിന് വേണ്ടി, നമ്മളുടെ കുടുംബത്തിൻ്റെ മാറ്റത്തിന് വേണ്ടി, നമ്മുടെ സനാതന ധർമ്മ സംസ്കാരത്തിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി നമ്മളൊക്കെ പ്രവർത്തിക്കാം എന്ന് മനസ്സുകൊണ്ട്. എനിക്ക് വേണ്ടിയിട്ട് ആരും ഒന്നും ചെയ്യണ്ട, ഞാൻ എൻ്റെ വഴിക്ക് പോകും. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളത് ചെയ്തേ പറ്റൂ. ഇല്ലാച്ചുണ്ടെങ്കിൽ വലിയ അപകടത്തിലേക്കാണ് നമ്മുടെ സമൂഹം പോണത്, യാതൊരു സംശയമില്ല കാര്യത്തിൽ. അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കണമെങ്കിൽ നിങ്ങൾ തിരിച്ച് ചിന്തിച്ചേ മതിയാവൂ. എന്തായാലും ഇത്രയും നേരം എൻ്റെ ഈ കത്തി കേട്ടിട്ടുള്ള എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. വന്ദേ മാതരം. ജയ് ഹിന്ദ് രാഷ്ട്ര. സായിരാം. നമഃ ശിവായ.